പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി. കല്ലേലി യു പി സ്കൂളിന് സമീപത്തെ വീടിന് മുന്നിലാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. ഏറെ നേരത്തിന് ശേഷം കാട്ടാനകൾ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്തേക്ക് മടങ്ങുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പക്ഷേ ഇതൊരു സ്ഥിരം ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ കല്ലേലി മേഖല. നമ്മൾ നിരവധി തവണ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും നാട്ടുകാർ വലിയ പ്രതിഷേധമൊക്കെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കൊക്കെ നടത്തുകയും ചെയ്ത ഒരു മേഖല തന്നെയാണ്. എന്തായാലും ഇന്നലെ രാത്രി ഒരു 10:30 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന കൂട്ടം ഇറങ്ങിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഇവിടെ തമ്പടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് 24-ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 8ഓളം വരുന്ന കാട്ടാന കൂട്ടമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നേരത്തെ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നോ രണ്ടോ കാട്ടാനകൾ മാത്രമാണ് ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങാറുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായ 8-അംഗ സംഘമാണ് പൂർണ്ണമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കല്ലേലി യു പി സ്കൂളിന് സമയത്ത് ഒരു വീടിന് മുൻവശത്തേക്ക് ഇറങ്ങി വീട്ടുകാരും ആ പ്രദേശവാസികളും ഒക്കെ ടോർച്ചടിച്ചും മറ്റുമാണ് ഇത്തരത്തിൽ കാട്ടാനകളെ ഓടിച്ചത്. വനപാലകർ കാര്യമായി എത്തിയില്ല എന്ന ഒരു ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം, ഈ കാട്ടാനകളെ എത്രയും പെട്ടെന്ന് ജണ്ട കെട്ടിത്തിരിച്ച വനാതിർത്തി കടത്തി വിടണമെന്ന ഒരാവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഉന്മേഷം. ശരി ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.